പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവും? ഇന്നലെ രാത്രി ഇതുപോലെ തലവേദന വന്നിട്ട് അമ്മ എഴുന്നേറ്റിരുന്നില്ലേ? വീണ്ടും ഇതുപോലെ സംഭവിക്കുമ്പോ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ സംഭവിക്കുന്നേ? പറയാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി മറുപടി പറയണം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. എന്താ അമ്മേ കൊച്ചുകുട്ടികളെ പോലെ സത്യം ചെയ്യാൻ പറയുന്നേ? ഞാൻ പറയുന്നത് നീ ചെയ്താ മതി. സത്യം ചെയ്യും. ശരി, സത്യം പറയാം. ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോ എന്റെ കൂടെ നിന്നത് നീയല്ലെന്ന് എനിക്കറിയാം. അപ്പോ രാത്രി മുഴുവൻ എന്റെ അടുത്തിരുന്ന് എന്നെ നോക്കിയത് ആരാണ്? സത്യം പറ. ഞാൻ തന്നെയാ. നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതാണ്. നീ നുണ പറഞ്ഞാ എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്കറിയാലോ. സത്യം പറ, എന്റെ കൂടെ ആരാ നിന്നത്? അത് പിന്നെ പറയാൻ. പാറുവാ അമ്മയെ നോക്കിയേ. നടന്നതെല്ലാം ഞാൻ പറയാം. ആശുപത്രി അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആവുന്നിടം വരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയത് പാറുവാ. അമ്മയുടെ കൂടെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതാതിരുന്ന ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അമ്മയായിരിക്കും എന്നും പറഞ്ഞ് പാറു എന്നെ നിർബന്ധിച്ച് കോളേജിലൊക്കെ പറഞ്ഞയച്ചു. അവൾ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെയാ പാറു അമ്മയെ ശുശ്രൂഷിച്ചത്. അമ്മയ്ക്ക് ഭേദമായതിന്റെ കാരണക്കാരി പാറുവാ. ഇതെന്താ നിങ്ങൾ എന്നോട് നേരത്തെ പറയാഞ്ഞത്? എങ്ങനെ പറയാനാ? പാറുവിന്റെ പേര് കേട്ടാൽ തന്നെ അമ്മയ്ക്ക് ടെൻഷൻ ആവില്ലേ? ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അമ്മയെ അവളുടെ പേര് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. എനിക്കും അത് ശരിയാന്ന് തോന്നി. പാറു അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞ അമ്മ അതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി അഥവാ വിശ്വസിച്ചാൽ തന്നെ പാറു ഇതെല്ലാം അമ്മയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി കളിച്ച നാടകമാണെന്ന് അമ്മയ്ക്ക് തോന്നും. അതുകൊണ്ടാ ഞാനൊന്നും പറയാഞ്ഞേ. അമ്മ പാറുവിനെ എന്തുമാത്രം ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്തതാ. എന്നിട്ടും അവളതൊന്നും മനസ്സിൽ വെക്കാതെ അമ്മയെ നന്നായി നോക്കി. അതുമാത്രമല്ല, അമ്മയില്ലാത്തപ്പോ ഈ കുടുംബത്തെ മുഴുവൻ നോക്കിയത് പാറുവാ. എന്റെയും ചേട്ടന്റെ ആരോഗ്യത്തിന്റെ കാര്യങ്ങള് അവൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. അവളുടെ സ്ഥാനത്ത് അമ്മയായിരുന്നെങ്കിൽ ഇത്രയും വേദനിപ്പിച്ച ഒരാളുടെ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുവോ? ഇത് തന്നെ അവക്ക് നല്ലൊരു മനസ്സുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ അമ്മേ? അമ്മ വിചാരിക്കുന്നത് പോലെ പാറു നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി വന്നതല്ല. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വന്നവളാ. പാറുവിനെ പോലൊരു പെൺകുട്ടി ചേട്ടന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. പാറു ഉറപ്പായും തുളസിയെക്കാട്ടും നല്ലൊരു മരുമകളായിരിക്കും. അമ്മയ്ക്ക് വാശി മാറ്റി വെച്ച് അവളെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചൂടെ?